അങ്ങനെ ഗംഭീരമായ കലോത്സവത്തെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു, പ്രേക്ഷകർ കണ്ട കൈരളി റിപ്പോർട്ടുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മളതിൽ നേരത്തെ നാടകത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? ഇനി കുറച്ചു നേരം നാടകത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചാലോ? അപ്പൊ നമ്മളുടെ കൂട്ടത്തിലെ നാടകാചാര്യൻ ജോസിൽ ഹയർ സെക്കൻഡറി വിഭാഗമാണെങ്കിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗമാണെങ്കിലും മികച്ച നാടകങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അതിനകത്ത് ഓരോ ടീമും ഓരോ ജില്ലയുടെയും പെർഫോമൻസ് ഈ വിധികർത്താക്കൾ സംശയം തോന്നും ആർക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം മത്സരരംഗത്തൊക്കെ പല നാടകത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ രൂപപ്പെടാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയും ഒന്നുമില്ലാത്ത വിധം കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പരാതി ഉയർന്ന വേദി ഈ കൊല്ലം ഈ നാടക മത്സരവുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവിടുത്തെ ഈ ഹാളിന്റെ പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് ടാഗോർ തിയേറ്ററിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നാണ്. അതോടൊപ്പം തന്നെ മികച്ച പ്രേക്ഷകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ മാത്രം വരുന്ന ആളുകൾ, അവർ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് മുഴുവൻ സമയം നാളെയുടെ താരങ്ങളാണ്, നാളെയുടെ കലാകാരന്മാരാണ്, അഭിനേതാക്കളാണ്, അഭിനേത്രികളാണ്, അല്ലെങ്കിൽ നാടക രചയിതാക്കളാണ്, സംവിധായകരാണ്. അവരെല്ലാം രൂപപ്പെടുന്ന ഒരു ഇടമാണ്. അപ്പം നമ്മൾ ജോസിലൊരു കാര്യം ചെയ്യാം, അന്ന, വിനിഷ, കാവ്യ എല്ലാവരോടും നമുക്ക് ഈ നാടകോത്സവത്തിന്റെ അല്ലെങ്കിൽ ഈ നാടക മത്സരത്തിന്റെ സ്പെസിഫിനായിട്ട് രണ്ടുപേരെ വിളിച്ചാലോ? ആദ്യം രണ്ടുപേര്, മൂന്നാമനെ പിന്നീട്, അതുപോലെ. അപ്പോ മികച്ച നടി, മികച്ച നടൻ, റൈറ്റ്? നടി എത്തിയിട്ടുണ്ട്, നടനും നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ നാടക മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി 1-1 എടുത്ത ടീമാണ് തൊഴിലാളി എന്ന് പറയുന്ന നാടകം. അതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത ആളാണ്. അവൻ തന്നെയാണ് ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജോസിൽ അന്നേ മാർക്ക് കൊടുത്തു അല്ലേ? മാർക്ക് അന്നേരം തന്നെ കൊടുത്തു. ആദ്യം ഓടിപ്പോയി വളരെ ആവേശത്തോടു കൂടി ഈ കുട്ടികളെ ചേർത്ത് പിടിച്ചു. കാരണം ഉറപ്പായിരുന്നു ഈ നാടകം മികച്ച നാടകമായി മാറുമെന്ന്, ഇവൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിലും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. എന്താ പേര്? അഭിനവ്. 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 അഭിനവിന്റെ അഭിനയം. ഗൗരി പാർവതി. ഗൗരി തിരുവനന്തപുരം, മലപ്പുറം. അപ്പൊ ഗൗരിയുടെ അളവ് എന്ന് പറയുന്ന നാടകത്തെ, അളവ് എന്നല്ല പേര്, അളവ് എന്ന് പറയുന്ന നാടകമാണ് അതിലെ മികച്ച നടി. അപ്പൊ രണ്ട് നാടകങ്ങളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് നാടകങ്ങളിലൂടെയാണ് ഈ രണ്ടുപേരും ഈ നിലയിൽ ഈ ഈ കലാമേളയുടെ താരങ്ങളായി മാറിയിട്ടുള്ളത്. അഭിനവ് തൊഴിലാളി, മോളുടെ നാടകത്തിന്റെ പേര്. അപ്പോ നാടകങ്ങളെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും ചോദിക്കണ്ടേ നമുക്ക്? എന്താ പറയാനുള്ളത്? ഈ കലോത്സവം, ഇത്തവണ പങ്കെടുത്ത നാടകത്തിനുണ്ടായ ഒരു സ്വീകാര്യത, ഇതിനെ കുറിച്ചൊക്കെ എന്ത് പറയുന്നു? കലോത്സവം വലിയൊരു അടിപൊളിയായിരുന്നു. പക്ഷെ നാടകത്തിൽ വന്നപ്പോൾ ഞങ്ങള് നാടകം എന്ന് പറയുമ്പോൾ എല്ലാ തൊഴിലിനും അതിൻ്റെതായ മൂല്യം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇത് മാത്രമേ, ഞങ്ങളെ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്യുന്നത്. അതൊരു വെറുതെ അങ്ങോട്ടൊരു മെസ്സേജ് കൊടുക്കുവല്ല, ആദ്യ അവസാനം പൊട്ടിച്ചിരിയായിരുന്നു ആ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ നിറഞ്ഞ കൈയടി. ചേട്ടന് പറഞ്ഞിട്ട് മതിയാകുന്നില്ല. നമ്മൾ ഇതിൽ ഒരു കാര്യം തീരുമാനിച്ചു, അഭിനവ് ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ജോസിലിനെ ഗുഡ് മോർണിംഗ് കേരളം തെരഞ്ഞെടുത്തില്ല. പിന്നെ ഞാന് കഴിഞ്ഞ സ്റ്റേറ്റ് ഫസ്റ്റ് ആക്ടർ തന്നെയായിരുന്നു. ഇതെനിക്ക് പുതിയ കാര്യമൊന്നുമല്ല. എന്നാണല്ലേ? സെക്കൻഡ് ടൈം ആണല്ലേ? കഴിഞ്ഞ തവണയായിരുന്നോ? കഴിഞ്ഞ വർഷം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറ്റി? കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. മികച്ച നടനാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, അതുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കൊടുക്കണ്ടായിരുന്നു. എന്തായിരുന്നു ക്യാരക്ടർ? രമേശ് എന്ന് വെച്ചാൽ എല്ലാരും കളക്ടറും പോലീസൊക്കെ ആവണമെന്ന് പറഞ്ഞാലും എനിക്ക് കൃഷി, പിന്നെ തെങ്ങേറ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ അഭിനയിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് അവയവം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ്? ഈ കൈകളുടെ അഭിനയം എന്ന കോൺസെപ്റ്റ് ഉണ്ടോ? അതിപ്പോ എല്ലാതും ഉണ്ട്, ബോഡി ഫുള്ളുണ്ട്. കാരണം സെറ്റ് ചെയ്തിട്ടല്ലേ അഭിനയിക്കുമ്പോ എനിക്ക് അവയവം ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. അല്ല, ഈ മികച്ച നടന്റെ കലാപ്രതിഭയാണല്ലോ, മികച്ച നടന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ മുന്നോട്ടുള്ള ജീവിതത്തിൽ? ആക്ടർ ആവാണെങ്കിൽ ആക്ടർ, ഞാൻ പിന്നെ അത് സൈഡിൽ കൂടെ കൊണ്ടുപോവാ. കാരണം കുറച്ച് പഠിക്കൊക്കെ വേണമല്ലേ. കുറച്ച് പഠിക്കണം, കുറച്ച് അഭിനയിക്കണം അല്ലേ? അഭിനയിക്കണം, സൈഡിൽ കൂടെ കൊണ്ടുപോകണം, അതല്ലേ. സ്കൂളിന്റെ പേര് പറഞ്ഞില്ല നമ്മള്? സ്കൂളിന്റെ പേര് വിജയമാത, പൊന്നാനി. ഓക്കെ, അവിടെ ഒരാളെ നിൽക്കുന്നു ജോസ്. അതെ അതെ അതെ, സ്കൂൾ പറഞ്ഞു. ഹലോ, ഞാൻ ഗൗരി പാർവതി. ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട് നിന്നാണ്. അപ്പോൾ എൻ്റെ നാടകം എന്ന് പറയുന്നത് അളവ് എന്നാണ്. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഭാനുമതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്.
അളവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും ഓരോ അളവുകളുണ്ടല്ലോ. അപ്പോൾ ആ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഭാനുമതിക്ക് എങ്ങനെ അത് പ്രശ്നമായത്? അതാണ് സംഭവം. അത് വന്നിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഒരു ഗുണ്ടയുണ്ട്, ആനക്കല്ലി സുരേഷ്. അപ്പോൾ ഈ ആനക്കല്ലി സുരേഷിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ അളവുകൾ തെറ്റുമ്പോഴാണ് അവന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളാവുന്നത്. ആ അളവുകൾ തെറ്റാൻ കാരണം ഞാനാണ്. അപ്പോൾ അവന്റെ ജീവിതം എന്താണ് ഒരു വേറൊരു പാതയിലേക്ക് മാറിപ്പോകുന്നത് ഞാൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ തള്ളിക്കളയുന്നതിന് പകരം അവനെ ചേർത്ത് നിർത്തി ഞാനായി ഉണ്ടാക്കിയ മുറിവുകൾ സ്നേഹം കൊണ്ട് ഉണക്കുക എന്നതാണ് ആ നാടകത്തിന്റെ പൊരുളെന്ന് പറയുന്നത്. അത് വളരെ ഗംഭീരമായി അത് നറേറ്റ് ചെയ്യുമ്പോഴേ ശരത്തേണ്ടത് പറഞ്ഞു തരുമ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ ശ്രദ്ധിച്ചോ, ഭയങ്കര കൗതുകത്തോടെ സ്റ്റേജിൽ എന്താവും എന്നുള്ളതാണ്. കണ്ട ജോസിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നാടകങ്ങളിലും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടതായിരുന്നു. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമുണ്ട്. ഇവര് തിരുവനന്തപുരം ജില്ല, മലപ്പുറം ജില്ല. പക്ഷെ ഇവരെ രണ്ടുപേരെയും പരിശീലിപ്പിച്ചത് ജിനേഷ് ആമ്പല്ലൂർ എന്ന് പറയുന്ന നാടക സംവിധായകനാണ്. വന്നിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ, നമ്മളതാ പറഞ്ഞു, ആദ്യം രണ്ടുപേരും മൂന്നാമനെ പുറകെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ മികച്ച നടനെയും തിരുവനന്തപുരം കലോത്സവം മികച്ച നടനായും നടിയെയും തിരഞ്ഞെടുത്ത, അവരെ പരിശീലിപ്പിച്ച ആളാണ് വാർത്തെടുത്ത. അതിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഇത്തവണ തോന്നുന്ന ഒരു സന്തോഷം ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ? സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 നാടകങ്ങൾ, അതായത് ഹൈസ്കൂളിൽ മികച്ച നടനും മികച്ച നടിയും നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപൂർവം ഒരു സംഭവമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവർ നല്ല രീതിയിൽ എന്താ വെച്ചാൽ നമ്മളൊരു സംഭവം പറയുമ്പോൾ ആക്ട് ചെയ്യാനായിട്ടൊരു സബ്ജക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അതുപോലെ കാർമലിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും അധികം നാടകത്തിന് അത്ഭുതമായിരുന്നു എനിക്ക് കേൾക്കുമ്പോൾ. ഇപ്പോൾ കാർമൽ സ്കൂൾ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഭയങ്കരമായിട്ട് നാടകത്തിന് 3ാമത്തെ വർഷം A ഗ്രേഡ് തന്നെയാണ് കാർമൽ സ്കൂളിൽ. അതുപോലെ തന്നെ പൊന്നാനി സ്കൂളായിരുന്നു. ഞാൻ 3 വർഷമായിട്ടുള്ള ഈ 2 സ്കൂളിൽ നാടകം ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും രസം ഇത്രയും നല്ല കുട്ടികളായിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ച് അഭിനവും 3ാം കൊല്ലാണ്, ഗൗരിയും 3ാം വർഷമാണ് നമ്മുടെ കൂടെ നാടകത്തിൽ. അപ്പോൾ അത് കാരണം വർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ എന്താ പറയുക, സബ്ജക്റ്റ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് സജീവൻ പ്രദീപ് എന്ന് പറഞ്ഞാൽ 2 നാടകം എഴുതിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പിന്നെ കുട്ടികളുടെ ഇടയിൽ നിന്നിട്ടാണ് കുറേയൊക്കെ ഒരു പ്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന വിഷയങ്ങളായാലും ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറയണം കുട്ടികളുടെ നാടകം. അല്ലാതെ ഒരിക്കലും കുട്ടികൾ മുതിർന്നവരെ നന്നാക്കാനോ അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ അങ്ങനത്തെ രീതിയിലോ പാരൻസിനെ പഠിപ്പിക്കാനോ കുട്ടികൾ അവർക്ക് സന്തോഷം ഉണ്ടാക്കാവുന്ന വിധത്തിൽ, അവർക്ക് എൻജോയ് ചെയ്യാവുന്ന വിധത്തിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അളവ് പറയുമ്പോഴായാലും ഒരു ഗുണ്ട എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഹ്യൂമറായിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത്. ആ ഒരു ഗുണ്ടയുടെ ഒരു പ്രശ്നങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ വെച്ചുണ്ടാകുന്ന ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവിടെ കാരണം ഒരു ഗുണ്ട സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അവൻ നാട് വിട്ടു പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നത് ഗുണ്ടയായിട്ടാണ്. പിന്നെ ഭയങ്കര അതിൻ്റെ മുതലാളിയൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റൈലിലാണ് ആ പ്ലേ പോയിരിക്കുന്നത്. പിന്നെ തൊഴിലാളി എന്ന് പറയുമ്പോൾ എല്ലാ തൊഴിലുകളും പറഞ്ഞു ആ ഹ്യൂമർ കണ്ടന്റ് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഹ്യൂമർ. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും അവർ ചിരിച്ച് സന്തോഷിച്ച് നാടകം കാണട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ. അല്ലാതെ കുട്ടികൾക്ക് നമ്മൾ കണ്ണീരും പ്രശ്നങ്ങളൊക്കെ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മലപ്പുറത്താണ് തിരുവനന്തപുരത്താണ് 2 ജില്ലകളിൽ ഓടി നടന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കായിരുന്നോ? ഏകദേശം ഒരേ സമയത്തായിരിക്കുമല്ലോ ഇവരുടെ പ്രാക്ടീസിംഗ് ഒക്കെ നടക്കുക. നമ്മൾ ഒരു ജൂലൈയിലൊക്കെ തൊട്ട് സ്കൂളിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിലൊക്കെ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെ കാർമലിൽ ഹയർ സെക്കൻഡറി നാടകം ഉണ്ടായിരുന്നു, രമണൻ എന്ന് പറഞ്ഞിട്ട്. അതും A ഗ്രേഡാണ്. 3 നാടകങ്ങളാണ് ഈ വർഷം ചെയ്തത്, 3ഉം സ്റ്റേറ്റ് A ഗ്രേഡാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇത് എത്രാമത്തെ കലോത്സവമാണെന്ന്. മാഷ്ടെ ഇത് എത്രാമത്തെ കലോത്സവമാണ്? എൻ്റെ അങ്ങനെ പറയുകയാണെങ്കിൽ എണ്ണാൻ പറ്റിയിട്ടില്ല. 15 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. പാർട്ടിസിപ്പന്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ? പങ്കെടുത്തുകൊണ്ട് നാടകം ഞാൻ അഭിനയിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ കൂടി ഒരു നാടകം അഭിനയിച്ചിട്ട് അത് സബ് ജില്ലയിൽ പോലും സമ്മാനം കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് അത് ഇവരിലൂടെ തീർക്കുകയാണ്. പിന്നെ വീട്ടിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ വൈഫായാലും മക്കളായാലും നാടകം എന്ന് ഉള്ള ഒരു ഇതിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 3D അനിമേറ്ററാണ്, പക്ഷെ അതിന് കൂടുതലായിട്ട് നാടകത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സ്വാഭാവികമായിട്ടും ഒരു ജീവിതത്തിന്റെ ഒരു വേഗതയൊക്കെ കൂടിയൊരു സമയം ഇത് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന കലോത്സവം നാടകവേദിയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കും, അല്ലെ ഈ ജോസിൽ നേരത്തെ പറഞ്ഞതുപോലെ തിങ്ങി നിറഞ്ഞ ഓഡിയൻസിന് ലഭിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അത് ജോസ് സാറ് പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മുൻ വർഷങ്ങളിൽ ഒരു 6 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് എടുത്തിരുന്നു. ഇത്ര
അത്രമേൽ ഓഡിയൻസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായില്ല. അത് ഓഡിയൻസ് വെറുതെ ഒരു സാന്നിധ്യമല്ലെന്ന്, ആ ഇടവേളകളൊക്കെ ഭയങ്കര രസമായിട്ടൊരു ഉത്സവമാക്കായിരുന്നു അവിടെ. പാട്ട്, ഡാൻസ് കളിക്കുന്നു, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണ്ടൊക്കെ പറയും മത്സരബുദ്ധിയിൽ കാണും, അങ്ങോട്ട് നോക്കാത്ത ഇങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമായിട്ട് പാട്ടുപാടി പരസ്പരം അഭിനന്ദിച്ചും അത് സ്നേഹിച്ചും. ഈ കലോത്സവത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ്. കാരണം ഇതിൽ പങ്കാളികളായ ആളുകൾ എത്ര ഹൃദ്യമായിട്ട് ആ ദിവസങ്ങളെ അവർ അനുഭവിച്ചു, ആസ്വദിച്ചു എന്ന് പറയുന്നു നാടക പ്രേക്ഷകർക്ക്, നാടക പ്രേമികൾക്ക്. അത് ഈ കലോത്സവത്തിന്റെ ഒരു ഗുണനിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്ന വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ തന്നെയാണ്. ഇവരെ ഈ കുട്ടികൾ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് കുട്ടികളിലൂടെ ചെയ്യിപ്പിക്കുക എന്നത് ഒരു ടാസ്ക് ആയിരുന്നോ? അതാണ് ഈ ഹാസ്യം എന്ന് പറയുമ്പോഴേ നമ്മൾ ജെന്യൂനായിട്ടുള്ളൊരു ഹ്യൂമറിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇവരത്രമേൽ മാറ്റിമറിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് ക്യാരക്ടർ കൊടുക്കില്ല ഇവർക്ക്. ആദ്യം കുറേ തിയേറ്റർ എക്സസൈസുകളും, പിന്നെ ഇവരെ ഫ്രീ ആക്കി വിടും. നമ്മളൊരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് നാടകമൊന്നും പഠിപ്പിക്കില്ല, വളരെ ഫ്രീ ആക്കി വിട്ട് അവരിലെ എന്താ പറയുക, നമ്മൾ അവരുടെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് പുറത്തെടുക്കാൻ പറ്റാതെ. ഇവരെ രണ്ടുപേരെയും സെലക്ട് ചെയ്ത് മനസ്സിലേക്ക് ഇവരിലേക്ക് ജിനീഷ് ഇങ്ങനെ ഫിക്സ് ചെയ്തു എന്ന മൊമെന്റ് ഒന്ന് പറയാമോ? ഇവരാണ് എനിക്ക് 3 വർഷം മുമ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പും ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അഭിനവനെ കാണുമ്പോഴായാലും ഗൗരിനെ കാണുമ്പോഴും അവർ ഇത്രയും ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ചെറുതായിരുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ആക്റ്റീവ്, കുറച്ചും കൂടി രസമാണ്. നമ്മൾ ഹൈസ്കൂൾ നാടകത്തിൽ നമ്മൾ എപ്പോഴും ആ കുട്ടിത്തം ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവരിൽ ആ ഒരു എന്താ പറയുക, വളരെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ഫേസ്, ആ സ്പാർക്ക് വളരെ ഡിഫറെന്റ് ആയി ഫീൽ ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ ഇവരിൽ. തീർച്ചയായിട്ടും. പിന്നെ ഇത് ഇവരെ കണ്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ പ്ലേ അതിനനുസരിച്ച് മോൾഡ് ചെയ്യുന്നത്. അതാണ്. അപ്പോൾ ഈ ഇത്തരം ആക്ടേഴ്സിനെ വെച്ച് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നാണ് പിന്നീട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അഭിനവിന്റെ ഒരു സ്ട്രെങ്ത് എന്താണ്? ഇനി ഇവർ മേളോട്ട് ഇങ്ങനെ പോകുന്ന ആ മനുഷ്യരാണല്ലോ, ആക്ടിങ് സ്റ്റേജിലേക്കൊക്കെ അവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് എളുപ്പം അല്ലാത്തൊരു കാര്യമാണ് 2 വർഷം സ്റ്റേറ്റ് മികച്ച നടനാവുക. അവൻ്റെ ഉള്ളിൽ ആക്ടിങ് സ്കില്ലുണ്ട്, ഗൗരിയുടെ ഉള്ളിലായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മറ്റ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ, പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക. അതാണ് നിങ്ങളുടെ മുമ്പിലത്തെ ഏറ്റവും വലിയ ചലഞ്ച്. മുമ്പ് പറയല്ലോ കുറച്ചൊക്കെ പഠിക്കണം, പക്ഷേ ഇത് കൂടെ കൊണ്ടുപോകാൻ കഴിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, വേറെ ആർക്കും അതിനകത്തൊന്നും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ പാഷൻ അനുസരിച്ചിരിക്കും അത്, അല്ലേ? റൈറ്റ്. മാഷിന്റെയും കുട്ടികളുടെയും വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഞാൻ ഒന്നും കൂടെ ഇടപെടുകയാണ്. അപ്പൊ ഇടപെടുമ്പോ നല്ല കോംപ്ലിമെന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഗംഭീരമായി സംസാരിക്കുന്നു, ഗൗരിയും അതുപോലെ തന്നെ അഭിനവും. പൊന്നാനിക്കാരൊക്കെ ചാടി വീണിട്ടുണ്ട്, ഞങ്ങളുടെ നാടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എത്ര ഗംഭീരമായിട്ടാണ്, രണ്ടുപേരും മിടുക്കരാണ്, എത്ര നന്നായി ആ കുട്ടികൾ സംസാരിക്കുന്നത്. അവരിത് അതിഗംഭീരമായി അഭിനയിച്ച് കേരളത്തെ മുഴുവൻ കീഴടക്കി നിൽക്കുക, പിന്നാണോ ഈ സംസാരിക്കാൻ ഇത്ര പാട്? അതൊക്കെ വളരെ സിമ്പിൾ, ഗംഭീരമായിരുന്നു, നന്നായിരുന്നു, നല്ല ഒരു സെഷനായിരുന്നു. താങ്ക് യു.